മക്കളെ സമയം ദേ ഇപ്പോ രാത്രി 9:15 ഈ രാത്രിയിൽ എങ്ങോട്ടാ യാത്ര? രാത്രി സവാരി അത്ര നല്ലതല്ല അല്ല ഇന്ദ്രു ദുഗു. നമ്മള് ഇപ്പൊ നമ്മുടെ കാക്കത്തിരുത്തി റോഡിനുള്ളത് വീട്ടിൽ നിന്ന് നടന്നു വന്നതാണ്. അപ്പൊ എവിടേക്കാ പോകുന്ന വെച്ചാ ഇതുവഴി എവിടേക്കാ നമ്മൾ അധികം എവിടേക്കാ പോവാറ്? നിങ്ങളുടെ വീട്ടിലോട്ട്. അപ്പൊ ഈ രാത്രി എന്താ ഇങ്ങനെ ഒരു യാത്ര? യാത്രക്കൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ കുറച്ച് ടീംസ് എല്ലാം വന്നിട്ടുണ്ട്. ഒരു 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 പടപ്പ ആൾക്കാരുണ്ട് എന്ന് പറയാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഇപ്പൊ നല്ല സൈലൻസ്. അതെ, ചീവീടിന്റെ ശബ്ദവും പിന്നെ എന്താ പറയാ അങ്ങനെ നമ്മുടെ രാത്രിയുടെ ഒരു നിശബ്ദതയും. കണ്ട ഇവിടെ നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിന്ന് വീഡിയോ എടുത്തത് അല്ലേ? അപ്പൊ ഈ നിശബ്ദത എല്ലായിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കേറുമ്പോൾ പിന്നെ നിങ്ങളുടെ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്ന സൗണ്ട് മറ്റേ ഇതിന്റെ ശബ്ദം, മൊബൈലിന്റെ ശബ്ദം. ഞാനിപ്പോൾ ചെന്നെത്താൻ പോകുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ് എന്നെല്ലാം പറഞ്ഞിട്ടൊരു അപ്പൊ അതുപോലെ അവിടെ ചെല്ലുമ്പോ നിങ്ങള് മൊബൈലിന്റെ വോളിയം കുറച്ച് വെക്കുന്നത് ഞാൻ മുൻകൂട്ടി പറയുന്നു സ്ഫോടനത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങളുണ്ട്, ചെറിയ വിശേഷങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പരാതി പറയലുണ്ട്. ആ പരാതി എല്ലാം നമ്മൾ തീർക്കാൻ പോയാണ് നാളെ അല്ലേ? എപ്പോഴും ഒരു പരാതി പറയലുണ്ട്. പക്ഷെ ആ പരാതിയൊക്കെ നമ്മൾ നാളെ തീർക്കും. അപ്പൊ നിങ്ങളുടെ പരാതി എന്താണ് എന്നൊക്കെ ഉണ്ടാവും അല്ലെ? ആ പരാതി നമുക്ക് തീർക്കാം അല്ലെ? ഇന്ദ്രു എന്താ ഇന്നൊന്നും മിണ്ടാത്ത? ഇന്ദ്രുവിന്റെ മാല കണ്ടാ മോനെ? ഫ്രീക്കും മാല എന്താ മോനെ? ഇന്ദ്രു എല്ലാരും പറഞ്ഞു ഇന്ദ്രു മറ്റേ ആ അച്ഛൻ ഇങ്ങനെ പേഴ്സ് ഇന്ദ്രും ദുഗും മോനും കൂടി ഉള്ള ഇതില്ലേ പേഴ്സ് ഇതാവുന്ന ദുഗു പേഴ്സിന്റെ തന്നെ ആ വീഡിയോയിൽ ഇന്ദ്രുവിന്റെ അഭിനയം അടിപൊളിയായിരുന്നു എല്ലാരും പറഞ്ഞു. ഓ അങ്ങനെ പറയല്ലോ. അപ്പൊ എന്റെ മോളുടെ അഭിനയം സൂപ്പർ അല്ലേ? ആ പേഴ്സ് കൊണ്ട് തന്നപ്പോ ഒരു അഭിനയം അഭിനയിച്ചത് പൊളിയായിരുന്നു. പറയൽ മോള അന്ന് മറ്റേ മൊബൈലില് ഇതായിട്ട് അഭിനയിച്ചില്ല, അഡിക്റ്റ് ആയിട്ട് അഭിനയിച്ചില്ലേ? അപ്പൊ മോളിപ്പോ സംസാരിക്കല് കുറവാ. മോള് കുറച്ച് ബാക്കോട്ടാണ്, കുറച്ച് ഇൻട്രോവേർട്ടായി മാറുന്നുണ്ട് ദുഗു. ഇന്ദ്രു അപ്പൊ എന്തായാലും രണ്ടാളുടെ അഭിനയം അടിപൊളിയാണ്. ഇന്ദ്രുവിന്റെ പ്രത്യേകിച്ച് എല്ലാരും പറഞ്ഞ ഇമോഷനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാരോടും എന്താ പറയുന്നത് ഇന്ദ്രു? താങ്ക് യു. നമ്മുടെ ആഫ്രിക്കൻ വെച്ച് കണ്ടതാ. അതവിടെ പിന്നെ വേണ്ട, പോയിക്കോട്ടെ. ഇന്ദ്രു പിന്നില്ലേ എല്ലാരും മോനോട് പറഞ്ഞെന്താന്നറിയാമോ? സിനിമയില് നന്നായി അഭിനയിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നന്നായി അഭിനയിക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ ആവട്ടെ. അപ്പൊ അത് പറഞ്ഞ എല്ലാവർക്കും നന്ദി അല്ലേ? എന്നാ പിന്നെ ബാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവർക്ക് അവർക്ക് അപ്പുറം വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നേരെ നമുക്ക് അപ്പുറം പിടിക്കാം. കണ്ട നമ്മുടെ രാത്രിയിൽ നമ്മുടെ കാക്കത്തിരുത്തി ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങളിപ്പോ ഇവിടെ നിർത്തിയപ്പോഴേ 2 നായികള് എന്നെ കണ്ട എന്നെ പറഞ്ഞാൽ ഇന്ന് നിഴലാണ് കേട്ടോ. സജിമോൻ ഇന്ന് നിഴലായി മാറിയിട്ടുള്ളേ. ഞാൻ എപ്പോഴും ഇവരുടെ നിഴലാണ്. കണ്ട മറ്റേ പാട്ട് പാടണ്ട എനിക്ക് എന്താണ്? അല്ലടി നിഴലായല്ല, ആ പാട്ടല്ല. നമ്മുടെ നിഴലോക്ക് എല്ലാരും നിഴലോക്ക് ഇതല്ലടി നീ അത് പ്രേതത്തിന്റെ പാട്ടാണ്. അതല്ല പ്രേതം ലോകത്തിലെ ഏറ്റവും വലിയ പേടിത്തൊണ്ടെത്തിയത് അതല്ല ഞാൻ പറഞ്ഞ അതല്ലടി മറ്റേ പാട്ടില്ലേ നീ മറ്റേ ആറൂല പാട്ടില്ലേ? ഒന്നൂടെ നടന്ത എന്നിടലേ തനിയാ നടക്ക വിട്ട് നടക്ക വെച്ച് അല്ലേ ആ പാട്ട്? പിന്നല്ലേ വിശന്ന് പ്രാണം കത്തുന്നുണ്ട് ഗൈസ്. ഇവള് തന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയാം? അവിടെ നിന്ന് ചോറ് തരാന്നും പറ്റാ കൊണ്ടുപോകണം. ഇവള് വീട്ടില് ചോറില്ലാത്തോണ്ടല്ലട്ടാ. ഇവള് പറഞ്ഞ് ഇപ്പുറം എന്തോ പാർട്സ് കയറിയും പിന്നെ അവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചോറ് കഴിക്കാന്നെല്ലാം പറ്റാ കൊണ്ടുപോകണത്. വിശന്ന് പ്രാണം കത്ത്. വിശക്കുന്നില്ലേ മക്കളെ? എന്നാ നമുക്ക് പോയിട്ട് ചോറും കഴിക്കാൻ എല്ലാരെയും കാണുകയും ചെയ്യും. എന്നാ പിന്നെ വാ ഗൈസ്, നീ ആ കവറൊക്കെ എടുത്തോ. ബാ കമോൺ നടക്ക് മക്കളെ നടക്ക്. ഈ കൂട്ടത്തിലെ ഏറ്റവും പേടിയുള്ള ആയിരിക്കാണെന്ന് അറിയാമോ? അല്ല അതേ മുമ്പിൽ പോകുന്ന നികിക്കാന്ന് ഏറ്റവും പേടിയുള്ള. കണ്ട ഫസ്റ്റേ പോകുന്നുണ്ടല്ലോ അവള്. രാത്രി ഇതുപോലെ പുറത്തിറങ്ങാൻ പേടിയുള്ള എത്ര പേരുണ്ട് ഗൈസ് നിങ്ങളുടെ കൂട്ടത്തില്? നമ്പർ 1 പേടിത്തൊണ്ടത്തിയാണ് ഇതാ വെട്ടത്തത് നിക്കണത്. നീ തന്നെ വേറെ ആരി അല്ല, പിന്നെ വേറെ ആരി? ഇവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്. എന്തമ്മ എന്ത് പറയുന്നു? ശശികലമ്മായി എപ്പറ്റി
രാവിലെയാ രാത്രിയായി അത് രാവിലെ വീട്ടിൽ നിന്ന് വിട്ട് പക്ഷെ ഇവിടെ എത്തിയപ്പോ രാത്രിയായി. ആ ശൈലച്ചിട്ട് ഉണ്ട്. അരിഷ വീണ്ടും വിപിന എന്താ പറയുന്നു ഇതെന്താ ഉണക്ക വറുത്തതേ ഉണക്ക മീൻ വറുത്തത്. മിന്നു ആന്റേട്ടൻ ഹായ്. ഇവിടെ ചോറ് കഴിക്കാണ്. ഞാൻ വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നേ, യാതൊരു മുന്നറിയിപ്പുകളും ഇല്ലാണ്ട് ചാടി കയറി വന്നതാണ്. മിന്നു സുഖല്ലേ? കണ്ട എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്. അകത്ത് പിള്ളേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ വേറൊരു കൂട്ടം പിള്ളേഴ്സ് മൊത്തത്തിലുണ്ട്. കണ്ട ഒരു മൊത്തത്തിലൊരു ബഹളമാണ് ഇവിടെ. ഒരു ചെറുത് സൂര്യന്റെ മോള് അങ്ങനെ ചോറ് കഴിക്കാനാ ഞങ്ങൾ വന്നതല്ലേ. ഇപ്പൊ ചോറ് കഴിച്ചിട്ട് പറയാം. നൈസ് ചെരുപ്പല്ല. ചെരുപ്പ് പോയി അജിഷ, നിന്റെ ചെരുപ്പാ? ചെരുപ്പ് പോയി. അത് നിനക്ക് പറ്റുമല്ലാടി. ഇതൊക്കെയാണ് നിഖിന്റെ ടീംസ്. നല്ലൊരു പഴക്കോലിരിപ്പുണ്ട് ഇവിടെ അല്ലേ? നമുക്ക് ആവശ്യമുണ്ട്. അവിടെ ഇരിക്കട്ടല്ലേ? എവിടത്തും അല്ല മറ്റേ നിങ്ങള് മറ്റേ ആക്കുന്ന സംഭവം എടുത്ത് എന്നാ ആക്കുന്നേ? ആക്കാൻ തുടങ്ങിയ രാത്രി 10:30 മണിക്ക് ഉപ്പുമാവാക്കാൻ പോകുന്നു. ഇപ്പൊ സമയം 9:30. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇന്നേക്ക് കറി എടുക്ക. എന്നാ പിന്നെ വീട്ടിലോട്ട് വാ. കറി എടുത്ത് വീട്ടിൽ പോയി തിന്നാൻ മകല്ലേ. ചോറ് ഇവിടുന്ന് കഴിക്കാന്ന് വിചാരിച്ചാ, പക്ഷെ ശകലം ഒരു ചോറിന്റെ കുറവ്. എനിക്ക് ഒരു ശകലം ചോറിന്റെ കുറവ്. അപ്പൊ അതുകൊണ്ട് ഇനി കറി എടുത്ത് പോയിട്ട് അവിടെ ചോറ്. അല്ല അമ്മ ഇനി ചോറ് മാറ്റി ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ടോ? വെള്ളത്തിലിടെ എന്ത് ചെയ്യൂലേ? എന്നാ വിളിച്ചു പറയാന്നാ വെക്കല്ലേന്ന്. പട്ടിണിയായി പോവോ? ചോറിലിട്ട് വെക്കണ്ടേ? നിങ്ങൾ എന്ത് മനുഷ്യന്മാര്. പോട്ടെ, കുഴപ്പമില്ല, എല്ലാരും കഴിക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് പഴമെങ്കിലും കഴിച്ച് വയറിറക്കാം. ചോറുണ്ടപ്പ വീട്ടില് ചോറുണ്ട്. എടി നീക്ക് വാടി നോക്കടി. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം. ബാ, ഇവിടെ ഫുള്ള് ഒച്ചപ്പാടും ബഹളമാണ്. കഴിച്ചു ഒച്ചപ്പാടും ബഹളവും. നീക്കേ എടി വാടി വിശക്കുന്നടി. ചോറുമില്ല നിന്റെ വീട്ടിൽ വന്നിട്ട് പിന്നെ നീ ഇങ്ങോട്ട് വരുന്നുമില്ല. പിന്നെ വെറുതെ എങ്കിലും ഇല്ല. എടി വാടി. ചോറില്ലാത്ത വീട്ടിൽ ഞാൻ ഇനി ഒരു നിമിഷം നിൽക്കൂല. ഞാൻ പോകണം എന്താ വഴിക്ക്. ബന്ധു വീട്ടിൽ ചോറില്ല ആയതിനാൽ സജീഷ് പിണങ്ങിപ്പോയി. അത് വേണ്ട, ആ ചോറ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നേരത്തെ ഉള്ള ചോറാ ഇഷ്ടം. ഞാൻ ഇത് പറഞ്ഞു വിന്തമനെ വിഷമിപ്പിക്കും. ബാ ബാ ബാ. നിങ്ങളെ ഞാൻ വെറുതെ പറഞ്ഞ, നിങ്ങൾ ചേച്ചിയും അനിയത്തിയും പിന്നെ നാത്തോനും എല്ലാരും കൂടി സംസാരിച്ചങ്ങോട്ട് ഇരിക്കും. എടേ ചോറില്ലാത്ത വീട്ടിൽ ഞാൻ ഇനി ഒരു നിമിഷം നിൽക്കൂല. ഞാൻ പോയാണ്. വിളിച്ചു വരുത്തി ചോറില്ലാന്നിട്ട് അപമാനിച്ചു. എനിക്ക് അറിയില്ലേ അവസാനം കറട പാത്രമൊക്കെ ചെറുതായല്ല. ഞങ്ങൾ പോവാണ്, അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. അപ്പേ വെളുപ്പിന് വരാം. വെളുപ്പിന് കറക്റ്റ് 3 മണിക്കട്ടാ. 2:45 എല്ലാവരും റെഡിയായി നിൽക്കുക. അപ്പൊ നമ്മളവിടെ നിന്ന് കെട്ടുംകടയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാം. ഓക്കെ, ഉപ്പുമാവ് എല്ലാം ആക്കി വെച്ചോ. അമ്മായി സ്പെഷ്യൽ ഉപ്പുമാവ നമ്മൾ നാളെ കഴിക്കാൻ പോകുന്നത്. കഴിച്ചിട്ട് അഭിപ്രായം പറയും. അത് തന്നെ. പഴാര സ്പോൺസർ ചെയ്തേ വിപിന. 1 കൊലപ്പഴം നമ്മുടെ ആവശ്യത്തിലേക്കായി. അതെ, ചുമട്ടുതൊഴിലാളി വിപിനാണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ അങ്ങോട്ട് കാണാം. പോവാന്നാ പിന്നെ. വാടി 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 വാ. 3 മണിക്ക് ബാ. ഗൈസ്, ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വിപിനെയോ വിന്തമ്മയോ ആരെ വെച്ചെന്നറിയില്ല. ആര് വെച്ചതായാലും ഇത് പാർട്സ്, ചിക്കൻ പാർട്സ് ആണോ? അപ്പൊ ചിക്കൻ പാർട്സും
പിന്നെ ഉച്ചക്കലത്തെ മോര് കറിയും അയില പൊരിച്ചതെല്ലാം കൂട്ടി ചോറ് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. ഇന്ദ്രു എന്ത് ചെയ്യും? അമ്മയെല്ലാം കിടന്നിട്ട് അച്ഛനും അമ്മയെല്ലാം കിടന്നു. ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. ഗൈസ് സമയം ഇപ്പോൾ 12 മണിയാവാൻ വേണ്ടി പോകുന്നു. ഇവിടെ പാഞ്ചാർക്കൽ പരിപാടികളൊക്കെ ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? മക്കളെ ഉറങ്ങിയേട്ടാ. തുക്കു ഇന്ദ്രു ഉറങ്ങി. പിന്നെ ഇനിയിപ്പോ ഇപ്പൊ നമുക്ക് പോകേണ്ട സമയമായി. ശരിക്കും പറഞ്ഞാൽ 2 മണിക്ക് എണീക്കണം അല്ലെ? എനിക്ക് ഉറങ്ങാൻ ടൈമില്ല. അവരൊന്നും ഉറങ്ങുന്നില്ല. അവരിഞ്ഞിപ്പോ അവിടുന്ന് ഉപ്മാവെല്ലാക്കി വരുമ്പോഴേക്കും സമയമായി. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് കട്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് കാണാം അല്ലേ? ഇനി എന്തായാലും നമ്മുടെ ഡേ മാറിക്കോട്ടെ. ഇപ്പൊ ഇത് ഇന്നത്തെ ദിവസം അല്ലേ? നാളത്തെ ദിവസം ആയിക്കോട്ടെ. എന്നിട്ട് കാണാം അല്ലേ? ഓക്കെ. തല ഉണ്ടെങ്കിലാണല്ലോ തലവേദന എടുക്കുക. എനിക്ക് കൊള്ളാം. ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോകുന്നു. സമയം ഇപ്പോൾ 2:50 3 മണിയാവാൻ വേണ്ടി പോകുന്നു. അവരൊക്കെ അവിടെ റെഡിയാണെന്നാണ് പറഞ്ഞത്. ഇന്ദ്രു ഇപ്പോൾ പല്ലൊക്കെ തേച്ച് വന്നതിന് ശേഷം വീണ്ടും ഉറങ്ങിയാണ്. ഇന്ദ്രു കണ്ണാ ബായ്, എണീക്ക് പോണ്ടേ? ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാവരോടും. കോളൊക്കെ എത്തി. അലാറിന് അടിക്കുന്നുണ്ട്. നാനാ ഭാഗത്തുനിന്ന് വിളിയുണ്ട്. നമ്മുടെ പെട്ടി ഇവിടെ റെഡിയാണ്. എടി നീക്ക് എല്ലാം ഈ ഒരു പെട്ടി കൊണ്ടാ. അപ്പൊ ഇങ്ങോട്ടൊക്കെ വരുമ്പോ പണിയാവൂലേ? നനച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും. എന്നാ പിന്നെ ഇറങ്ങാം നമുക്ക്. ചാർജറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോട്ടാ. ഒരാൾക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ് വീണ്ടും കിടന്ന് ഉറങ്ങുന്നു. ഇന്ദ്രു ഇതന്നെ എത്ര സമയമായി. ദുഗുവിന്റെ ഡ്രസ് നോക്കിയേ. ദുഗു കാണിച്ച്. ജിയാൻഡി UK-ന്ന് കൊണ്ടേ കൊടുത്ത ഡ്രസ്സാണ്. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. നല്ല ഉണ്ട് കാണാൻ. ആ ഷൂ കൂടി അടിപൊളിയായി. ഇതാണ് നെഗിന്റെ. ഇതെവിടുന്നുണ്ട് തന്നെ? ജീൻസ് ഒരു ബനിയൻ. ഇത് എടുത്തു വെച്ചിട്ട് 3-4 മാസമായി. ഇന്ന് ആദ്യമായിട്ട് ഇടുന്നത്. നന്നായി. അതെ, നമ്മള് മറ്റേ കാശ്മീർ കുളു മണാലി പോയപ്പോ. ഇത് ജി ചേച്ചിയോട് കൊടുത്ത വാച്ച്. അപ്പൊ ഇത് സജ്മാൻ എപ്പോഴും പറയുന്ന പോലെ സ്ഥിരമായിട്ടിടുന്ന ബനിയാൻ. പിന്നെ ഇത് പുതിയതാണ്. ഈ ട്രാക്ക് സൂട്ട് പാൻ്റല്ലേ? ഇത് ട്രാക്ക് സൂട്ടാ. അത് പുതിയതാ. അത് തൊട്ട് കളിക്കണ്ട. ബാ അപ്പൊ എല്ലാം ജി ചേച്ചിയാണ്. താങ്ക് യു ജി ചേച്ചി. ഓക്കെ, എന്നാ പിന്നെ വാ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ നമ്മുടെ വ്ളോഗ് തുടങ്ങിയ അതേ റോട്ടിൽ തന്നെ. ചാവട്ടെ. സമയം ഇപ്പോ 3 മണി കഴിഞ്ഞു. അവരെല്ലാരും മിക്കവാറും അവിടെ വന്നിട്ടുണ്ടാവും. നമ്മളായിരിക്കും ലേറ്റ്. ഇരുട്ടത്തൊന്നും കാണുന്നില്ല. അപ്പം വരുന്നുണ്ട്. എല്ലാരും കേറിയാ? അതെയാ. നമ്മുടെ വണ്ടി അവിടെ റെഡിയായി നിൽപ്പുണ്ട്. നമ്മ മാത്രം വരാനുള്ളെന്ന് തോന്നുന്നു. ഹലോ വണ്ടി റെഡി. ഫുൾ കളർഫുൾ ആയിട്ട് നിൽപ്പുണ്ട്. സാധനങ്ങൾ അങ്ങോട്ട് വണ്ടി കയറട്ടെ. ലഗേജ് ഒക്കെ ഇവിടെ സെറ്റായി. എല്ലാം സെറ്റായില്ലേ സുമേഷ് ചേട്ടാ? റെഡി അല്ലേ? പോവാല്ലേ നമുക്ക്? എന്നാ പിന്നെ പുറപ്പെടാം. ഗൈസ് എല്ലാരും ഹായ് പറഞ്ഞേ. ഇനിയാണ് ഈ ട്രിപ്പിലെ സസ്പെൻസ് എന്താ വെച്ചാ, ഇത് ഒരു നികി എന്താ ഇതൊരു ലേഡീസ് ട്രിപ്പാണ് ഗൈസ്. ഇതില് ഞാൻ പോകുന്നില്ല. ഇതൊരു ലേഡീസ് ട്രിപ്പാണ്. കണ്ട സസ്പെൻസ് അതാണ് ഫുള്ളായിട്ട്. ഇവർ ലേഡീസ് മാത്രമാണ് പോകുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ സുമേഷ് ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സുമേഷ് ചേട്ടന്റെ ഞാൻ പോകണ്ട എന്നുള്ള ധാരണയിലാണ്. അപ്പൊ സുമേഷ് ചേട്ടനോട് നിർബന്ധം ക്ലീനറായിട്ട് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ക്ലീനറായിട്ട് അങ്ങനെ എന്നെ കൂട്ടിയിട്ടുണ്ട്. ഞാൻ സുമേഷ് ചേട്ടനും ഈ ലേഡീസ് ട്രിപ്പിൽ. അതുകൊണ്ട് സീറച്ചിനൊന്നും കൂട്ടുന്നില്ല. കണ്ടില്ല? ഇവിടെ ഫുൾ ലേഡീസ് ആണ്. പിന്നെ ഈ ചോട്ടാസിനും നമ്മൾ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല. ഇവര് തിരിഞ്ഞിട്ടില്ല, തരം തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൂട്ടിയിട്ടില്ല. വിടാല്ലേ? എന്നാ പിന്നെ ഉറക്കൊല്ലം പോയില്ലേ? സീറ്റല്ലൂല്ലേ? എല്ലാം സെറ്റല്ലേ എല്ലാരിക്കും? നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ പിന്നെ വിടാല്ലേ നമുക്ക്?
എന്നാ സെറ്റ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കിയൊക്കെ യാത്ര മധ്യ അങ്ങോട്ട് സംസാരിക്കാം. ആ പിന്നെ ഒരു കാര്യം, അമ്മായി എന്തെല്ലാം ഉപ്പുമാവലാക്കാൻ ആക്കിനാ? രാത്രി ഉറങ്ങിയാ? ഇഞ്ചി ഉണ്ടായിട്ടില്ല. ഓയില്ലേ? ഇഞ്ചി ഇല്ലാത്തോണ്ട് എന്നൊന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അപ്പുറന്ന് ഇഞ്ചി എടുത്തിട്ട് വരില്ലേ? നന്ദു എപ്പോന്ന് അമ്മായി ഇന്ത്യ നിന്റെ അമ്മ ഇന്ത്യ? ആ അവിടെ ഉണ്ടല്ലോ എല്ലാരും. ആ ചായയില്ല? മക്കളെ ചായയില്ലല്ലോ. ഇപ്പൊ ചായക്കാല അവിടെ കേറണ്ടേ നമ്മളല്ലേ? പഴോ വിപിനെ പഴോ ഐഷ പഴമൊക്കെ അവിടെ ഇല്ലേ? സൂര്യ കുറിച്ച് നോക്കണം കേട്ടാ. പഴ ബാക്കിൽ നിന്ന് ഇറങ്ങി ഉലിച്ച് തിന്നേക്കരുത് ഇടക്കിടക്ക് കേട്ടില്ല. ആ മീനുക്കുട്ടി അവളിങ്ങനെ ചമ്മിച്ചമ്മി മാറിയിട്ട് ചില സൈഡിലോട്ട്. അപ്പൊ എന്നാ പിന്നെ വിടാം. ഓക്കെ. ആ വിഭൂതി കുഞ്ഞുറങ്ങണ നോക്കെ വിട്ടോ വണ്ടി വിട്ടോ. ഓക്കെ അപ്പൊ റെഡി. നമ്മൾ ഇവിടുന്ന് വണ്ടി അങ്ങനെ വിട്ടിരിക്കുകയാണ്. അച്ഛൻ ടാറ്റ പറഞ്ഞില്ലല്ലോ. ആ കുഴപ്പമില്ല. ഒരു ചെറു ചായ കുടിക്കാം എന്ന് കരുതി നമ്മൾ കയറിയതാണ് അല്ലേ? വിന്തമ്മിന്ന് നമ്മുടെ സല്ലമ്മനെ പോലെ അരച്ചായുള്ള കൂടിയാണ് ചേച്ചി. ഇവർ രണ്ടാളും കൂടി ഒരു ചായ വാങ്ങി പപ്പാതി കുടിക്കുന്നു. ഇത് പൈസ ലാഭിക്കാനല്ലോ, ഇവർക്ക് പൊടിച്ചായ വേണ്ടി വരും. നിങ്ങൾക്കായിരിക്കും ചായ വേണ്ടേ മക്കളെ? ചായ കുടി വിഭൂതി എന്നാ മറ്റേ ഊട്ടിയെന്നല്ലത്. ഇവിടെ എവിടെയാണെന്ന് മനസ്സിലായിട്ടില്ല. ഊട്ടിയിലേക്കാണ് വെച്ചിട്ട് ഇത് കോഴിക്കോടാണ്. കോഴിക്കോട് നല്ല ചൂടാ. എനിക്ക് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ. പകല് കാണിച്ചുതരാം ഗൈസ്. പഴക്കൊല എൻ്റെ കയ്യിലായിട്ടുണ്ട് അവസാനം. ഇതെടുക്കാൻ ആരുമില്ല. ഇവിടെ ഉപ്മാവ് വിതരണം ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു പെട്രോൾ പമ്പ് പിടിച്ച് ഇങ്ങനെ അവിടെ നിർത്തി. എന്നിട്ട് ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. സ്പെഷ്യലമ്മേൻ്റെ ഉപ്മാവ് എന്തുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട്. ഇഞ്ചി ഇല്ലാത്തതിനാൽ ഉപ്മാവ് പോയി നടന്നു. പിള്ളേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ കയറി അവമേന്ന് ഉരുണ്ട് അവിടെ ഇരിക്കടാ ആലയൊക്കെ. എല്ലാവരും കുറച്ച് തിന്നണേ കേട്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും വിശക്കും. ആ അപ്പോൾ നമ്മളെന്നാ പിന്നെ ചായ കുടിക്കട്ടെ ഗൈസ്. ഉപ്മാവ് കേട്ടാ പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഉപ്മാവ് പഴവും നല്ലതല്ലേ അല്ലേ നിജി? ആ പിന്നെന്താ ഒരു വൈബല്ലേ ഉപ്മാവും പഴപ്പല്ലേ? മുഖന്നൊക്കെ ഇവരുടെ മുഖം നോക്കൂ. ഇവനെല്ലാം ഉറങ്ങി ടൂറ് പോകണമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടി വരുന്നതാന്ന് തോന്നുന്നു അല്ലേ ഗൈസ്? അപ്പൊ അങ്ങനെ ഒരു ഉറക്കം ടീംസാണ് ഇവര്. എന്നാ പിന്നെ ഇവർ നമ്മള് ചായ പിടിക്കട്ടെ. എന്നാ ഉപ്മാവ് നല്ലല്ല, ഭയങ്കര ആരും കഴിക്കാത്ത സാധനമല്ല ഉപ്മാവ്. എല്ലാരും കഴിക്കും. എന്താ പറഞ്ഞേ? ഉപ്മാവ് മിക്കവാറും തിരിച്ച് വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകേണ്ടി വരും. ടൂറിന്റെ മൂടങ്ങ് പോയല്ലോ. പാവ അമ്മായിനെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ഞാൻ തിന്നും. അമ്മായി ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ തിന്നും. ഗൈസ് ഉപ്പുമാവ് ഒരു വൻപിച്ച പരാജയമായി മാറിയിരിക്കണം. അജിഷ ആ സമയത്ത് അജിഷ ഡയലോഗ് ഉച്ചക്ക് തന്നെ തിന്നാണ്. ഉപ്മാവ് ഉപ്മാവ് കഴിഞ്ഞിട്ടില്ല മോനെ. ഇതാ ഇനിയുണ്ട് ഇതിനകത്ത്. ഇത് നിറച്ച് ഉപ്മാവാ. ഇതെല്ലാം ആർക്കെല്ലാം കൊണ്ട് കൊടുത്തിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടീമിലില്ലാത്ത ആൾക്കാർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്കെല്ലാം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മക്കള് പഴവുന്ന ഉപ്മാവ് വരുന്നില്ല അല്ല? എനിക്ക് കുഴപ്പമില്ല. പുള്ളി കൊടുക്കാം നമുക്ക് ഡ്രൈവർക്ക് ലേശം. അമ്മായി ആര് പറഞ്ഞു ഉപ്മാവ് ആരും തിന്നൂലെന്ന്? ഇത് കണ്ട 2 പഴവും ഒരു പാത്രം നിറച്ച് ഉപ്മാവും. നോക്കിയേ, ഇതാണ് സ്നേഹം. അമ്മായിയോടുള്ള സ്നേഹം നീ കാണുന്നത് മോനെ. എടാ ഇങ്ങ് വന്നേടാ, ഇങ്ങ് വാടാ. നിന്നോട് എന്തിനാ അങ്ങോട്ട് പോകാൻ പറഞ്ഞ? ഇങ്ങ് ഇവിടെ വന്ന് തയ്യാറങ്ങിക്ക്. എന്റെ മോനെ ഞാൻ കൊടുത്തില്ല എന്ന് പറയണ്ട. 2 പഴവും ഇന്നലെ ചോറ് കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടായി. ഉപ്മാവും 2 പഴവും നിറച്ച് ഉപ്മാവും. ഇതിപ്പോ ഇഷ്ടം പോലെ ബാക്കി വന്നോണ്ടല്ലേ. അല്ല നിങ്ങൾ എന്തിനും 1 കൊല പഴമല്ലോ എടുത്തിട്ട് 1 മാസം തിന്നാനാ? മക്കളെ എനിക്ക് വേണ്ട ഇത്ര ഉപ്മാവൊന്നും. ഒരു പഴം 1 ലേശം ഉപ്മാവ് മതി. ഇത് നമുക്ക് ഡ്രൈവർ കൊടുക്കാം. അടോക്ക് പുള്ളി വരുന്നുണ്ട്. ഉപ്മാവിനെ കുറ്റം പറഞ്ഞപ്പോ ഉപ്മാവ് തീർന്നത് അറിയുന്നില്ല. സൂര്യ ഇങ്ങോട്ട് കാണിച്ചേ. മറയില് നിന്നിട്ട് അടിക്കാണ് കണ്ടിനാ. എന്താ ഇവിടെ ഉപ്മാവ് ഇനിയിപ്പോൾ ഇത്ര ഉള്ളു കൈ. ബാക്കി ഉപ്മാവ് ആദ്യത്തെ പാത്രം തീർന്ന് ഇപ്പം 2ാമത്തെ പാത്രം പകുതിയായി. പിന്നെന്താ
അല്ലേ? ആ പിന്നെന്താ, എല്ലാരും തിന്നുന്നുണ്ട്. നമ്മുടെ സുമേഷ് ചേട്ടനും തിന്നുന്നുണ്ട്. ആ പൊളിച്ചി അല്ലേ? ഉപ്മാവും പഴവും പിന്നെന്താ വേണ്ടേ? പൊളിച്ചില്ലേ? നികിയുടെ അടിക്കുന്നു, എല്ലാരും അടിക്കുന്നു കഴിച്ചു. അപ്പൊ ഞങ്ങൾ ഒരു ഉപ്മാ ഫാമിലിടാ അല്ലേ? ഒരു നിവർത്തിയില്ലാത്തോണ്ട് അതിന് വണ്ടി കയറിയിട്ട് വല്ല പഴോ ബ്രെഡോ ജാമോ എന്തൊക്കെ തിന്നണം. ഉച്ചക്ക് നമ്മ പൊളിക്കും അല്ലേ? എന്നാ പിന്നെ നമ്മൾ ഉപ്മാവ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടി കയറി വിട്ടിട്ട് അടുത്ത സ്ഥലം കാണാം അല്ലേ? വെന്തമ്മേ ആ കഴിക്കുന്നുണ്ട്. സുമേഷേട്ടാ എന്നാ പിന്നെ വിടാല്ലേ? ഓക്കെ സെറ്റ്. പോവാ എല്ലാരും നോക്കിയില്ലേ? ആളെ നോക്കിയില്ലേ എല്ലാരും? ചോട്ടാസും വലിയവരൊക്കെ ഇല്ലേ? ഹാജർ. ഓക്കെ എന്നാ പിന്നെ വിടാം. നമുക്ക് അടുത്ത പോയിന്റ് പിടിക്കാം. എന്റെ നിക്കുന്ന സീറ്റൊന്നും കിട്ടിയില്ലേ? സീറ്റില്ല. എന്നാ അവിടെ നിന്നോ, അതാണ് നല്ലത്. ആ പറഞ്ഞ പോലെ നമ്മൾ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ യാത്ര ഇങ്ങനെ പോകുന്നുണ്ട്, എവിടെയാന്നൊന്നും പറ്റില്ല, അത് ഞാൻ മറന്നുപോയി. അപ്പൊ നീ തന്നെ പറ എവിടത്തേക്കാ പോകുന്നതെന്ന്. എനിക്കും അറിയില്ല. അപ്പൊ നമ്മളെന്തായാലും പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാ നമ്മളിപ്പോ ഇല്ല അങ്ങനെയല്ല, നമ്മള് ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. അയ്യ അതങ്ങനെയല്ല കാണിക്കട്ടെ, 3 ഇങ്ങനെ കാണിക്കണായിരുന്നു. എനിക്കറിയാന്നറിയില്ല, ഇത്ര ഇങ്ങനെ കാണിക്കും. ഇതാ ഞാനൊരു ക്ലൂ തരാം, ഇങ്ങനെ 3 കാണിക്കുക, എന്നിട്ട് പിന്നെ ഒരു 6 കാണിക്കുക. മൂന്നാർ അല്ലേ? അപ്പൊ നമ്മള് മൂന്നാർ ട്രിപ്പ് എന്ന് വെച്ചാൽ മൂന്നാറിൽ നമ്മളിപ്പോ ഇടക്കിടക്കൊക്കെ പോയി വീഡിയോസ് ഒക്കെ കണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഒരു അടിപൊളി റിസോർട്ടാണ്. അപ്പൊ അത് റിസോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളും കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്. അടിപൊളിയാണെങ്കിൽ വ്ളോഗിലൂടെ നിങ്ങളെ കൂടി കാണത്തക്ക രീതി ചെയ്യുക. കാരണം നാളെ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അതെ ബിന്നമ്മയും ബിബിനെയും ഒക്കെ ആയിട്ട് ട്രിപ്പ് പോകണമെന്ന് എല്ലാം ഭയങ്കര നമ്മുടെ കമന്റിലൊക്കെ പറയുന്നതാണ്. അപ്പൊ ഇതിപ്പോ ഒരു ലേഡീസ് ട്രിപ്പ് ഇവര് ഞാൻ കൂടെ അങ്ങ് പോകുന്നതേ ഉള്ളൂ അല്ല. ഞാനും സുമേഷ് ചേട്ടനും ഞാൻ വെറുതെ അല്ലേ, നമ്മൾ രണ്ടാളും വെറുതെ ഡ്രൈവറും ക്ലീനറും ആയിട്ട്, ബാക്കിയൊക്കെ അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞ പോലാണ്. അപ്പൊ ഇവരെ കൊണ്ട് അവിടെ ഞങ്ങളുടെ ആ റിസോർട്ടിലേക്ക് ഇറക്കി കൊടുക്കുന്നതോടെ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക, അതാണ് എന്റെ കർത്തവ്യം. താല്പര്യം ഉണ്ടെങ്കിൽ വന്നാ മതി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളിത് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ എവിടെ എത്തും സുമേഷ് ചേട്ടാ? ഇപ്പോ ചങ്ങരംകുളം കഴിഞ്ഞു. ചങ്ങരംകുളം അല്ലേ? തൃശ്ശൂർ ജില്ല. നമ്മള് പിന്നെ കുറ്റിപ്പുറം എത്തിയപ്പോ തൃശ്ശൂർ ജില്ല ആയില്ലേ? അപ്പൊ ചങ്ങരംകുളം തൃശ്ശൂർ ഒതളൂർ, അങ്ങോട്ട് ഒതളൂർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെയാണ് കാണിക്കണത്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി വഴിയെ നെക്സ്റ്റ് സ്പോട്ടിൽ നമുക്ക് കാണാം. നല്ല നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ അത് കാണാം. ഉപ്പുമാവ് കഴിച്ച ക്ഷീണത്തിൽ ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ. ഉപ്പുമാവ് ഒരിക്കൽ കൂടി പറയുന്നു, ഉപ്പുമാവ് ആക്കി സഹായിച്ച ശശികലമ്മായിക്ക് ഒരുപാട് നന്ദി. അതെ, എല്ലാവരുടെയും പേരിൽ ഞാൻ ഇവിടെ നിന്ന് അറിയിക്കുന്നു അല്ലേ? ഈ യാത്രയിൽ വാഴക്കുല ചുമന്ന വിപിനെ ഒന്ന് എണീക്കി പ്രത്യേകം നന്ദി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഗൈസ്. എല്ലാരും കൈയടിച്ചതാക്കണം. ഉപ്പാവ് തീർത്ത് എല്ലാവർക്കും നന്ദി. ഇഞ്ചിയില്ലാത്ത ഉപ്പുമാവ് ആക്കി തന്ന ശശികലമായിക്ക് എന്റെ പേരിലും ഞങ്ങളുടെ വ്ളോഗ് ഫോർ ഈ ചാനലിന്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും അങ്ങനല്ല, ഇവിടെ ചാനലല്ല, മറ്റേ നിങ്ങളുടെ എന്താണ് കുടുംബം KK ഫാമിലിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അവിടെ ആരോ തുണി നോക്കി കാണിക്കുന്നുണ്ട്. ആരാത്? പൊന്നാട കൊല ചോന്നാക്ക് അല്ല, പൊന്നാട ഉപ്പുമാവാക്കി വെക്കും, പിന്നെ കൊല ചോന്നാക്ക് അല്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ വഴിയെ കാണാം. അതെ, വിശ്രമിക്കട്ടെ. ഇവർക്ക് വെറും വിശ്രമം തന്നെ. ഇനി ഉറങ്ങാൻ വേണ്ടി അടുത്തുറക്കും. അതിനാണ് ഒരുത്തന്റെ പൊളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാട്ടിലിനോട് കങ്ങിച്ചോടി തങ്കമ്മേ. ഒരുത്തന്റെ പൊളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാട്ടിലിനോട് കങ്ങിച്ചോടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മോ, വിറ്റിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മോ, ഇത് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. KK ഫാമിലിക്ക് വേണ്ടി ആദ്യ ഗാനം പാടി സഹായിക്കുന്നു സജീഷ്. അതെ, എല്ലാരും ചൊല്ലണേ കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. കരിമ്പിന്റെ തൊണ്ടാണ് കണ്ടതൈ
അടുത്തതായി നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നത് സൂര്യ കുനു കുനു എന്നൊരു സോങ് ആണ് സൂര്യ ആലപിക്കാൻ പോകുന്നത്. സൂര്യക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. അടുത്തതായി KK ഫാമിലിയിൽ നിന്ന് പാട്ട് പാടാനായിട്ട് എത്തുന്നത് അംബുജാക്ഷന്റെയും സരോജിനിയുടെയും പ്രിയങ്കരിയായ 7ാമത്തെ പുത്രി ശൈലജ സുദർശനം. ഇളമഞ്ഞിൻ കുളിരുമായ ഒരു ഗാനം ആലപിക്കുന്നു. അപ്പൊ ഇളമഞ്ഞിൻ കുളിരുമായ പാട്ടിന്റെ ലിറിക്സ് ഇതുണ്ടേ? ഓക്കെ, വെച്ചോ. അടിപൊളി അടിപൊളി, പ്രോത്സാഹിപ്പിക്കും എല്ലാരും. കൊള്ളാല. ഇല്ല ഗൈസ്, ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളതിൽ ഞാനൊരു കവിതയാ പാടുന്നത്. എന്റെ അമ്മയെ കുറിച്ച് ഞാൻ എഴുതിയ എന്റെ കവിതയാണ്. അമ്മയ്ക്കൊരു ഉമ്മ കവിതയുടെ പേര് അല്ല അല്ല അമ്മ. അമ്മ. ഓക്കെ, തെറ്റുണ്ടാവും, എനിക്ക് പാടാൻ അറിയില്ല. ഞാൻ ആദ്യം പറയുന്നത്, എന്നെ കളിയാക്കരുത്. കുഴപ്പമില്ല, നീ പാട്. പാടേ. അമ്മയാണിന്നെന്റെ ആത്മതാളം, അമ്മയാണിന്നെന്റെ ജീവതാളം, ആത്മാവിലെരിയുന്ന സ്നേഹദീപം, എന്നെ തഴുകുന്ന തെന്നലമ്മ, എന്നിലലിയുന്ന പുണ്യമമ്മ, അമ്മയാണിന്നെന്റെ ആത്മതാളം. അമ്മയ്ക്കു ഞാനെന്നും പിഞ്ചോമന, ഞാൻ എത്ര വളർന്നാലും പിഞ്ചോമന, ഞാനെന്നും കണി കാണും ദൈവമമ്മ, ഞാനെന്നും പൂജിക്കും ദേവിയമ്മ, അമ്മയും ഞാനും തമ്മിലെന്നും ആത്മബന്ധത്തിൻ്റെ സ്നേഹസ്പർശം, അമ്മയാണിന്നെൻ്റെ ആത്മതാളം, അമ്മയാണിന്നെൻ്റെ ജീവതാളം, കൊക്കിൽ കൊടിയുടെ വടിച്ചിടുമ്പോൾ പൊളിച്ച് പൊളിച്ച് അമ്മ കരയുന്നു, അമ്മ കരയുന്നു, പൊളിച്ചിരിക്കുന്നു, പൊളിച്ചു എല്ലാവരും. അപ്പൊ ഇത്ര നല്ലൊരു കവിത അമ്മയെ പറ്റി എഴുതുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയായിരിക്കും. അപ്പൊ അമ്മയെ പറ്റി എഴുതിയ വിപിനക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതെ, അടിപൊളി അടിപൊളി, പൊളിച്ചു പൊളിച്ചു. നമ്മളിപ്പോൾ നമ്മുടെ ചീനിക്കപ്പാറ വെള്ളച്ചാട്ടം അല്ലേ, ഇതാ കണ്ട, നമ്മൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് ചീനിക്കപ്പാറ വെള്ളച്ചാട്ടത്തിൽ. ഇപ്പം മൂന്നാർ നമ്മൾ ഈ അടുത്തടുത്ത് 2ാമത്തെ പ്രാവശ്യം വരുന്നത് അല്ലേ എനിക്ക്? അതിനിടയ്ക്ക് ഇന്ദ്രുവിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് പിന്നെയും വന്നിരുന്നു. നല്ല വെയിലുണ്ട് കേട്ടോ, മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. അന്ന് ഞങ്ങൾ വരുമ്പോൾ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ നിറച്ച് വെള്ളമായിരുന്നു, ഇവിടെ തോളം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവാണ്. നല്ല വെയിലല്ലേ, നിൽക്കാൻ പറ്റുന്നില്ല. ഇവരിവിടെ ഇങ്ങനെ ഉപ്പിലിട്ടതും അതൊക്കെ നോക്കി ഇങ്ങനെ നടപ്പുണ്ട്. എന്തായാലും വെയിൽ കൂടി, ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് വണ്ടി കയറി പോകണം. വാങ്ങിയാ നല്ല മാങ്ങ ഉപ്പിലിട്ട കിട്ടീന്, അത് കഴിച്ചോണ്ടിരിക്കുന്നത് നല്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ
മൂന്നാറിന്റെ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് ഇതേ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ടാ ഉള്ളത്. ഡാൻസ് എല്ലാം കളിച്ചിട്ട് ഇപ്പൊ തലവേദന എടുക്കുന്നത്. ഫുൾ ഡാൻസും വൈബല്ലായിട്ട് ഇപ്പൊ ഒച്ചയെല്ലാം പോയിട്ടുള്ള എല്ലാവരും. ഇത് മൊത്തം മന്തി ടീമാണ്, അതാണ് അവരെ മാറ്റിയിരുന്നത്. മന്തി മൊത്തം കുഴിമന്തിന്റെ ആൾക്കാരാണ്. ഇവിടെ ബിരിയാണി ടീം, അവിടെ വിന്തമ്മ മാത്രം ഒരു ചോറ്, ബാക്കി നമ്മളോട് ബിരിയാണി മന്തി നമുക്ക് മിക്സ് അല്ലേ. വിന്തമ്മക്കാണല്ലേ. എന്നാ പിന്നെ ഫുഡ് വരട്ടെ അല്ലേ. നമ്മൾ ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഒരു ഹാഫ് മന്തി ഇവിടെ. ഇന്ദ്രു ബിരിയാണി കഴിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ടൊക്കെ എല്ലാവരും ബിരിയാണി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടല്ലേ, കഴിക്കാം. അപ്പോൾ യാദൃശ്യമായിട്ട് ഞങ്ങൾ കൂടി കണ്ടുമുട്ടി. അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം. വീഡിയോസിലൂടെ കണ്ട നല്ല നേരിട്ട് ഇപ്പോഴല്ലേ കാണുന്നല്ലേ, അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ സന്തോഷം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് പൊളിക്ക്. കാണാം അടുത്ത് ഇനി എന്തായാലും തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ, ഫുഡൊക്കെ നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ. മക്കളെ ബാ 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 കയറ് കയറ് കയറ്. കമോൺ കമോൺ, പോണ്ടേ നമുക്കിന്ന് പോണ്ടേ? എല്ലാരും കയറി, നമുക്കിന്ന് പോണ്ടേ? ഇങ്ങനെയൊന്നും അല്ലടാ, കേറ്. എൻ്റെ മോനെ ജസ്റ്റ് മിസ്, ഒരാളെ കാണാതായെന്ന് പറഞ്ഞ കൂട്ടത്തിൽ മൂത്താളെന്ന് പറയാൻ വേണമെങ്കിൽ എന്നെ കഴിഞ്ഞാൽ പിന്നെ എന്റെ അമ്മനെ കാണാതായി. പൊതുവെ പിള്ളേരെ കാണാതായി മോനെ, കാണാതായി. ആരെ കാണാതായി? പിന്നെ കാണാതായി. വരട്ടെ ഇങ്ങോട്ട് നോക്കാലോ നമുക്ക്. ശരിക്കും ഇപ്പൊ നമ്മളില്ലേ മാറിക്കാൻ വേണ്ടേ, വണ്ടി അങ്ങോട്ട് സൈഡിലോട്ട് ഇട്ടിട്ടില്ലേ മാറിക്കണം. ഇവിടെ വന്നേമില്ല, ആരെയും കാണരുത്. അവര് പോയാൽ പിന്നെ എന്ത് ചെയ്യാന്ന് ആലോചിച്ച് നിൽക്കണം. ആ ഒരു നിമിഷമായിട്ട് നമ്മളിങ്ങനെ അറിയാതെ ഷൂട്ട് ചെയ്യണം. നല്ല രസമായിരിക്കും കാണാൻ. എടേ ഒന്ന് പോയി നോക്കടേ, വഴി തെറ്റിപ്പോയാ. ആ കവിതയൊക്കെ ചൊല്ലി എവിടെ പോയി കളഞ്ഞ്, അമ്മയോടുള്ള പ്രണയത്തിന്റെ കവിതയൊക്കെ ചൊല്ലി എവിടെ പോയി. ഗൈസ് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചൊക്കെ പോയി എവിടെയൊക്കെയോ പോയി തപ്പി പിടിച്ച് കൊണ്ടിരുന്നുണ്ട്. ഭാര്യ അവിടെ നിന്നെ കാണാണ്ടായില്ലേ. കണ്ടാ വണ്ടി ഫുള്ള് അത്രയും പോയി എവിടെ പോയി അങ്ങനല്ല, അങ്ങ് പോയി തിരിച്ചിട്ടാ വരുന്നത് നിന്നെ കാണാനിട്ട്. ചോദിച്ചു നോക്കാം എല്ലാവരോടും. അല്ലേ നമ്മളങ്ങ് പോയി തിരിച്ചിട്ടല്ലേ വരുന്നേ? എവിടെ വരെ പോയി നമ്മളല്ലേ? നമ്മളങ്ങ് പോയി തിരിച്ചിട്ടല്ലേ വരുന്നേ? ആ നീ എവിടെ പറഞ്ഞിട്ട് പോണ്ടേ? ഇപ്പൊ കാണാണ്ടായില്ലേ നിന്നാ? ഇവിടെ മൂന്നാറിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാനിപ്പോ? എന്ത് കഷ്ടാണ്. കേറ് പോട്ടെ, വാ കേറ്. നമ്മളിത് ഇപ്പൊ നമ്മുടെ സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളി വ്യൂ ആട്ടത്, നല്ല വെള്ളച്ചാട്ടം മലയൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവരും നല്ലൊരു ആശ്വാസമുണ്ട്. നല്ല സ്ഥലമാണ് ഇവിടെ. അപ്പുറ സൈഡിൽ ഒരു ചെറിയൊരു കനാല് പോലെ സംഭവം, ഒഴുവത്താടം പഴമ്പള്ളിച്ചാല് അങ്ങനെയൊക്കെ. മാമലകണ്ടാന്ന് തോന്നുന്നത്, മാമലകണ്ടം സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. വണ്ടി ഇതാ ഒരു കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലേ? നല്ല വെള്ളച്ചാട്ടല്ലേ, നല്ല വെള്ളച്ചാട്ടല്ലേ? നല്ല ഭംഗിയായിട്ട് കാണാൻ. ഒരു മഴക്കാരൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടോ ഗൈസ്? നല്ല നല്ല സ്ഥലങ്ങൾ അല്ലേ? കുന്നാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഫുള്ള്. പക്ഷെ നല്ല കുന്നാ കണ്ടോ. നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് ഇങ്ങനെ ഓടുന്നത്. ഇങ്ങനെ അവിടെ കയറുന്നുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. കണ്ടാ നല്ല ഹെവി കുന്നാട്ടാ. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല. ഫുള്ള് അപ്പുറം ഇപ്പുറമൊക്കെ ഒരു കൃഷി, എന്താ പറയാ, എല്ലാവിധ കൃഷികളും ഉണ്ട്. കുരുമുളക് അത് ഇതൊക്കെ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ അതികൂടി ഇങ്ങനെ പോയിരുന്നു. നമ്മളാ കയറി മലേന്റെ ഏറ്റവും ടോപ്പിലെത്തി. കണ്ട താഴോട്ട് നോക്കി. ഓ എൻ്റെ മോനെ, കിടിലം വ്യൂ ആട്ടാ, കിടിലം വ്യൂ. കണ്ടതാ, സൂപ്പർ സൂപ്പർ. എല്ലാവരുടെയും ലഗേജുകളൊക്കെ എടുത്തോ ഗൈസ്. നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് പോവുകയാണ് അല്ലേ ഗൈസ്? നമ്മളെന്തായാലും ഇവിടെ എത്തി. കിടിലൻ ആംബിയൻസും കിടിലൻ റൂമും കിടിലൻ സെറ്റപ്പ്. ഒന്നും പറയണ്ട, അടിപൊളി സെറ്റപ്പാണ്. പക്ഷെ നമ്മുടെ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ടപ്പോൾ തൊട്ട് തലേ ദിവസം തൊട്ട് ഇവിടം വരെ നല്ല ലെങ്തായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് കാണിക്കാനുണ്ട്. അപ്പൊ ഇതെന്തായാലും അടുത്തൊരു വ്ളോഗിലാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നാളെ രാവിലെ 11 മണിക്കലത്തെ വ്ളോഗിൽ ഇവിടുത്തെ വിശേഷങ്ങൾ, ഈ റൂമിന്റെ ഉൾഭാഗവും
ഒരുപാട് കാണാനുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നാളത്തെ രാവിലത്തെ 11 വ്ളോഗ് മിസ്സാക്കണ്ട അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ളോഗ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. നാളെ രാവിലെ നമുക്ക് വീണ്ടും കാണാം. ദേ പോയി ദാ വന്നു. ഓക്കെ.